അടുത്ത പെർഫോമൻസുമായി എത്തുന്ന ടീമിനെ സ്വാഗതം ചെയ്യാം. മീനമിക്സ് LX പവിഴമള്ളി. ടീം പവിഴമള്ളി ഇന്ന് നിങ്ങളുടെ ഓൾഡീസ് ഗോൾഡ് ഡ്യുവറ്റ് ഡാൻസ് പെർഫോമൻസ് ആണ്. മധുചേട്ടനും വീണയാണ് പെർഫോം ചെയ്യാൻ പോകുന്നത്. അതെ, ഏത് പാട്ടാണ് അവർ തന്നെ പറയട്ടെ? പറയൂ വീണ. പുന്നകൈ മന്നൻ ഫിലിമിലെ കമലഹാസൻ സാറും രേവതി മാമുടെ ഡാൻസ് ചെയ്ത ഡ്യുവറ്റ് ചെയ്ത അതായിരിക്കും കാലം എന്ന് പറഞ്ഞു തുടങ്ങുന്നത്. ഓക്കെ, എല്ലാരും എന്താണ് കമലഹാസൻ സോങ്സ് എടുത്തോണ്ട് വരുന്നത്? ഡ്യുവറ്റ് ഡാൻസ് അങ്ങനെയായിരുന്നോ? ഏറെക്കുറെ നമ്മൾ അറിഞ്ഞില്ല. 80% അറിയില്ല. ഓക്കെ, അങ്ങനെ അൺഇന്റൻഷനലി റൊമാൻസ്. വെരി ഗുഡ്. അപ്പൊ അസലായിട്ട് പെർഫോം ചെയ്യാം. All the very best. நாங்கள் அர்ப்பணம் காளிதாசன் கம்பன் கூட கண்டதில்லை எங்கள் சொப்பனம். யாரடா நான் நீயடா பகைவனே போ. அன்புக்கு தோல்வி இல்லை, ஒரு கேள்வி இல்லை, மலர் மாலை நாளை முல்லை யார் அள்ளி போட்டாலும் முல்லை பூவாக மாறாதோ, முல்லை யார் அள்ளி போட்டாலும் முல்லை பூவாக மாறாதோ. ஆஹா, பூவுக்கு யார் இங்கே தீ வைப்பது? காலகாலமாக வாழும் காதலுக்கு நாங்கள் அர்ப்பணம். காளிதாசன் கம்பன் கூட கண்டதில்லை எங்கள் சொப்பனம். மோதி பார்க்காதே என்னை கண்டு, நீ வாழை தண்டு, இவன் யானை கன்று. நாளும் போராடும் வீரம் உண்டு, சுயமானம் உண்டு, பகை வெல்வோம் இன்று. பாதை இல்லாமல் போனாலும் காதல் தேரோட்டம் நில்லாது, பாதை இல்லாமல் போனாலும் காதல் தேரோட்டம் நில்லாது. பந்தம் நம் பந்தம் என்றென்று தீர்த்தந்தமே, இணைவோம் இணைவோம் பகையை சொல்வோம் நாமே. காலகாலமாக வாழும் காதலுக்கு நாங்கள் அர்ப்பணம். காளிதாசன் கம்பன் கூட கண்டதில்லை எங்கள் சொப்பனம். பூமி எங்கள் சீதனம், காலம் எங்கள் காதலம். யாரடா நான் நீயடா பகைவனே போ. காலகாலமாக வாழும் காதலுக்கு நாங்கள் அர்ப்பணம். காளிதாசன் கம்பன் கூட கண்டதில்லை எங்கள் சொப்பனம்.
പവിഴമല്ലി, അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. നല്ല എനർജി ഉണ്ടായിരുന്നു, നല്ല ജോഷ് ഉണ്ടായിരുന്നു. ടീമിന്റെ റൗണ്ട് പോലെ, ഐ മീൻ റൗണ്ടിന്റെ പേര് പോലെ ഓൾഡ് ഈസ് ഗോൾഡ് റൗണ്ട് ആയിരുന്നു. പഴയ ആ ഒരു തമിഴ് സ്റ്റൈൽ ഓഫ് ഡ്രസ്സിങ്ങും അതെല്ലാം സ്റ്റേജിൽ കാണാനുണ്ടായിരുന്നു. ആൻഡ് സ്റ്റെപ്സ് ഒക്കെ അതുപോലെ തന്നെയായിരുന്നു. ദെൻ വീണ, എനിക്ക് വീണയിൽ ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യം ഏത് സ്റ്റൈൽ ഓഫ് ഡാൻസസും, ഇപ്പോൾ ക്ലാസിക്കൽ ആയിക്കോട്ടെ മോഡേൺ ആയിക്കോട്ടെ, പുള്ളിക്കാരി അഡാപ്റ്റ് ചെയ്യാൻ തയ്യാറാണ്. ഇത്രയും ബോഡി വെയിറ്റ് വെച്ച് സാധാരണ വണ്ണുള്ളവർക്ക് എല്ലാത്തിനും ഒരു മടി കാണിക്കും, ഓ എനിക്കത് ചെയ്താൽ ശരിയാവില്ല. ബട്ട് വീണ, അത് ഞാൻ വളരെ സീരിയസ് ആയിട്ട് പറഞ്ഞതാണ്, വീണ എല്ലാം അഡാപ്റ്റ് ചെയ്യാനായിട്ട് തയ്യാറാണ്, ഒരു കോൺഫിഡൻസ് ഉണ്ട്. ആൻഡ് ഐ തിങ്ക് സംഗീത ചേച്ചി ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും. ആൻഡ് എല്ലാ കാര്യങ്ങളും ഓക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഓക്കെ ചെയ്തോളൂ, ട്രൈ ചെയ്യാം എന്ന് പറയുന്നത്, ദാറ്റ്സ് ഐ ലൈക്ക് അബൌട്ട് യു. സോ നമുക്ക് ജഡ്ജസിന്റെ കമന്റ്സിലേക്ക് പോവാം. രേഖ മാസ്റ്റർ. சத்தியம் சொல்லணும்னா ஐம் அன்ஹாப்பி. 2 பேர் கோஆர்டினேஷன் கரெக்டாகவே இல்லை, அது உங்களுக்கே தெரியும்னு நினைக்கிறேன். എന്തായി മധു സാർ? റിഹേഴ്സൽ பண்ணீங்களா പ്രോപ്പറാ? இல்ல வயலின் தட்டியது விழுந்தது வேற. See உங்க வயலின் இந்த ட்ரெஸ் எல்லாமே ஓகே, அந்த ஓல்ட் ஸ்டைல் இஸ் குட், அந்த புன்னகை மன்னன்ல எப்படி இருக்கு எல்லாமே. பட் வந்து 2 பேருக்கு அந்த டைமிங் டிஃபரன்ஸ் இருக்குல்ல, கொஞ்சம் ஏதோ 2 பேருக்குள்ள ஒரு லேக், அண்டர்ஸ்டாண்டிங் கொஞ்சம் கம்மி, டைமிங் ப்ராப்பர் இல்லை, அந்த கோஆர்டினேஷன் கரெக்டாக இல்லை. ஆஸ் அ மூமெண்ட்ஸ் வே ஆஃப் பார்க்கும்போது எனக்கு தெரிஞ்சது. ஸோ மற்றவங்களுக்கு எப்படி எனக்கு தெரியாது, பட் சொல்லணும் இல்லையா, மார்க்குன்னும் போது மார்க்ஸ் இல்லை, பட் ஒரு சாங் செலக்ட் பண்ணும்போது அது ஃபுல் அந்த என்து இல்லை, 2 பேரும் ஈவனாக இல்லாத ஒரு ஃபீலிங் எனக்கு. பட் எனிஹவ் ஓகே, நீட். நெக்ஸ்ட் டைம் கரெக்டாக பண்ணுங்க, ப்ராப்பராக பண்ணிக்கோங்க, அவ்வளோதான். ஆல் தி பெஸ்ட். താങ്ക് യു മാസ്റ്റർ. ജാസി സർ. എനിക്കിഷ്ടപ്പെട്ടു, എനിക്ക് ഓൾവേസ് ഇതെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഈ പാട്ടിൻ്റെ ഒരു സ്പീഡുണ്ട്, ആ ഒരു സ്പീഡിനനുസരിച്ചുള്ളൊരു പോക്ക്. ഇപ്പം നേരത്തെ കവിത പറഞ്ഞതുപോലെ കുറച്ച് അവിടെ ഇവിടെയൊക്കെ വെയിറ്റിൻ്റെ പ്രോബ്ലംസ് ആണ്, ഈ സ്പീഡിൻ്റെ കൂടെ എത്താൻ ഉള്ളൊരു സിംഗിൾ പ്രോബ്ലം ആയിരിക്കണം, അല്ലാതെ വേറെ ഒരിക്കലും പ്രശ്നമായിട്ട് തോന്നിയില്ല. മാക്സിമം നിങ്ങൾ വളരെ നന്നായിട്ട് തന്നെ പെർഫോം ചെയ്യാൻ ശ്രമിച്ചു. പിന്നെ വയലിൻ വീഴുന്നതൊക്കെ നമുക്ക് ഈ ലൈവിലൊക്കെ പറ്റുന്ന ഒരു സംഭവങ്ങളാണ്, അത് പിന്നെ എല്ലാം കുഴപ്പമില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടു, കുഴപ്പമില്ല. താങ്ക് യു സർ. ആൻഡ് ഫൈനലി റോഷൻ സർ. എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ എനിക്ക് തോന്നുന്നു അത് വീണപ്പോഴാണ് പെട്ടെന്ന് മനസ്സ് ഒന്ന് പതറിപ്പോയത് അല്ലേ? ഇന്ന് രാവിലെ ഒരിക്കലും പറയാൻ പറ്റില്ല എക്സ്ക്യൂസ്. ബാക്കി നന്നായിരുന്നു. വീണ ആൻഡ് മധു എനിക്ക് ഇഷ്ടപ്പെട്ടു. ഗുഡ്, കീപ് ഇറ്റ് അപ്പ്. താങ്ക് യു സർ. സംഗീത ചേച്ചി, അത്ര നല്ല ദിവസം അല്ല എന്ന് തോന്നുന്നു അല്ലേ? അങ്ങനെയല്ല, എല്ലാം എന്താ പറയാ, ദൈവത്തിനറിയാം എന്തെങ്ങനെ വരണം എന്നുള്ളത്. സോ നമ്മുടെ ഭാഗം നമ്മൾ ചെയ്യുക, ബാക്കി വിട്ടുകൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് മാർക്സ് കൂടെ അറിയാം. റോഷൻ സർ 28. 28 on 30. ജാസി സർ 28. 28 on 30. രേഖ മാസ്റ്റർ. Sorry to say this, 27. 27 on 30. കൺസിസ്റ്റൻസിക്കുള്ള മാർക്സ് റോഷൻ സർ 7. 7 on 10. ടീം പവിഴമല്ലിയുടെ ഓൾഡ് ഈസ് ഗോൾഡ് ഡ്യുവറ്റ് ഡാൻസ് പെർഫോമൻസ് ആണ് ഇപ്പോൾ കഴിഞ്ഞത്. അതിന് അവർക്ക് ലഭിച്ചിരിക്കുന്ന മാർക്സ് 90 on 100.